ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നൊരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ടൈറ്റിലിലൂടെ കണ്ടു, ചുട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ പലപ്പോഴും പഴമക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് കേട്ടേക്കുന്നതാണ്. അല്ലെങ്കിൽ ചെറുപ്രായത്തിലേ നൽകുന്ന ശീലം അത് വളരും തോറും അത് നമ്മുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു അർത്ഥത്തിലാണ് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പലരിൽ നിന്ന് കേട്ട് അല്ലെങ്കിൽ ചെവിയിൽ കൂടെ തഴമ്പിച്ചേക്കുന്ന ഒരു വാക്കാണത്. ഞാനിത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇത് കൊച്ചുകുട്ടികൾക്കല്ല, ഇത് നമ്മുടെ മാതാപിതാക്കൾ, ഇതൊരു കുഞ്ഞിനെയോ മക്കളെയോ വളർത്തുന്ന അമ്മയ്ക്കോ അപ്പനോ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇന്നത്തെ തലമുറയിൽ പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, തമാശ രീതിയിലൂടെ തള്ളിക്കളയുന്ന പല ചെറിയ കാര്യങ്ങൾ പോലും അത് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ജീവിത ശൈലിയിലേക്ക് വരുമ്പോൾ അത് വളരെയേറെ പ്രശ്നമാകുന്ന രീതിയിലേക്ക് കടന്നു വരുന്നതായിട്ട് ഇന്നത്തെ തലമുറയിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് തോന്നിയത്. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പല വികാരങ്ങളും എൻ്റെ ഹൃദയത്തിലേക്ക് പോയി. കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മുതൽ ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ സംസാരിക്കുന്ന ഈ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, അവൻ്റെ സംസാര രീതി എങ്ങനെയായിരിക്കും? നിങ്ങൾ മക്കളെ ദൈവവചനത്തിലാണോ വളർത്തുന്നത്? ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഒരിക്കലും അവൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ അവന്റെ മുൻപിൽ അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കേട്ടേക്കുന്ന, അല്ലെങ്കിൽ അവന്റെ അവനായിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് കേട്ടേക്കുന്ന, അവന് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യമാണ് അവൻ പച്ച മലയാളത്തിൽ ഇതുപോലെ വിളിച്ചു പറയുന്നത്. എനിക്ക് കേട്ടപ്പോൾ അതിശയം തോന്നി. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കാണിച്ചു തരാം. സതീശന്റെ മോനല്ലേടാ, നിന്നെ ഞാൻ സ്റ്റാൻഡിൽ കണ്ടതല്ലേ, നീ ഇവിടെ തെച്ചിട്ട് പോയാലല്ലേ. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അത്ഭുതമാ തോന്നുന്നു. ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്നത്തെ തലമുറയിൽ ദൈവഭക്തി അല്ലെങ്കിൽ ദൈവഭയം ഇല്ലേ? കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുക. തെറി പറയുക, അല്ലെങ്കിൽ അശ്ലീലം പറയുക, മോശമായ വാക്കുകൾ പറയുക എന്ന് പറയുന്നത് സാധാരണ ഒരു ജീവിതശൈലിയിലെ ഒരു സാധാരണ ഭാഷയായി മാറിക്കൊണ്ടിരിക്കുക. സാധാരണ വേർഡിന്റെ മീനിങ് പോലെ തന്നെ ഈ ഒരു മ്ലേച്ഛകരമായ വെറുത്ത ഭാഷണത്തെ ജീവിതശൈലിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ യുവാക്കളും യുവതികളും, അല്ലെങ്കിൽ സമൂഹത്തിലെ പലരും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിന്നോ കേട്ടു വളരുന്ന വാക്കുകൾ അത് തെറ്റാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഒരു കുഞ്ഞ് തൻ്റെ സഹോദരനെയോ തന്നെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയെയോ തല്ലുമ്പോഴോ അല്ലെങ്കിൽ ചീത്ത പറയുമ്പോഴോ അവന്റെ മാതാപിതാക്കൾ ശകാരിക്കുകയോ തെറ്റിനെ തിരുത്തുകയോ ചെയ്യാതെ അതൊരു തമാശയായി കണ്ടത് ഉൾക്കൊള്ളുന്നു. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന് ഒന്നും തോന്നത്തില്ല, കുഞ്ഞിന് ഹൃദയത്തിൽ ഒരു വികാരം വരത്തില്ല. കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മോശമായ രീതി, നാളെ ഇത് എൻ്റെ ഭാവിയിലേക്ക് ഇത് തെറ്റായ കാര്യമായിട്ട് ഉൾപ്പെടുമെന്നുള്ളൊരു രീതി അവൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. എന്നാൽ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വചനത്തിലാണോ വളർത്തുന്നത്? വചനത്തിൽ വളരുന്ന മക്കൾ അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് വചനത്തിലൂടെ ആയിരിക്കും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, ചുട്ടയിലെ ശീലം ചുടല വരെ. വചനത്തിൽ വളർത്തുമ്പോൾ വചനമായിരിക്കും അവരെ ക്രിയേറ്റ് ചെയ്യിക്കുന്നത്. അവരുടെ മുൻപിൽ തെറ്റിനെ തിരുത്തുന്ന, അതായത് ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ മുൻപിൽ ഒരു ലോ ഉണ്ട്, അല്ലെങ്കിൽ അവന്റെ മുൻപിൽ അവന് എതിർക്കാൻ പറ്റാത്ത ഒരു പ്രിൻസിപ്പിളാണ്
ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. അതായത് IPC സെക്ഷൻസ്. ഈ സെക്ഷൻസ് പ്രകാരം അതിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ ഏതെങ്കിലും തെറ്റിച്ചാൽ അവൻ ശിക്ഷക്കാരനായിട്ട് വിധിക്കപ്പെടും. ഇതേ രീതി തന്നെയാണ് ബൈബിളിൽ നൽകപ്പെട്ടത്. ഒരു നീതിമാൻ ആയിരിക്കേണ്ട വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നീതിമാൻ എങ്ങനെയായിരിക്കണം, ഒരു നല്ല വ്യക്തിത്വം എങ്ങനെയായിരിക്കണം, ദൈവത്തെ എങ്ങനെ ഭയപ്പെടണം, യഹോവയെ എങ്ങനെ ആരാധിക്കണം, അങ്ങനെ നിയമങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ ബൈബിൾ നമുക്ക് മുൻപിലുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വചനത്തിലാണോ വളർത്തുന്നത്? നിങ്ങളുടെ ജോലി തിരക്കുകളുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വചനത്തിൽ വളർത്താൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നുണ്ടോ? ഞാൻ എൻ്റെ ഒരു സഹോദരന്റെ, എൻ്റെ ഒരു ജ്യേഷ്ഠന്റെ കുഞ്ഞിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. അവൾക്ക് ഏകദേശം 2-3 വയസ്സേ ഉള്ളൂ. അവളെ സംസാരിക്കുന്ന പ്രായം മുതൽ അവളിൽ നിന്ന് കേൾക്കുന്ന ഒരേ ഒരു പാട്ടാണ് നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് നന്ദി ദൈവമേ എന്നുള്ളത്. അതുപോലെ അവളോട് വചനം പറയാൻ ഏതെങ്കിലും വചനം അവളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് മുൻപ് അവൾ പറയും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് പറഞ്ഞു തുടങ്ങും. പൂർത്തീകരിക്കാൻ ഒറ്റയടിക്ക് പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ പോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിലൊന്നും പൂർത്തീകരിക്കാൻ കുഞ്ഞിന് അറിയത്തില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന വേർഡിന്റെ റിപ്പീറ്റേഷൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ളൊരു പൂർത്തീകരണം കുഞ്ഞിൽ നിന്ന് മറുപടിയായിട്ട് ലഭിക്കും. ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ അവതരിപ്പിച്ച് കാണിച്ചു തരാം. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. കുഞ്ഞുനാളിലെ മക്കളെ ദൈവവചനത്തിൽ വളർത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മുൻപിലേക്ക് ഒരു ലോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ കൊണ്ടുവരികയാണ്. ദൈവവചനം അനുശാസിക്കുന്ന നിയമങ്ങളും ദൈവവചനം അനുശാസിക്കുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും അവരുടെ മുൻപിലേക്ക് അവർ പോലും അറിയാതെ നിരന്നു വരികയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖേന ചെയ്യാൻ പോകുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ അവരുടെ ഹൃദയം അവരെ ഉത്ബോധിപ്പിക്കും. ഇതാ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ മോഷണമാണ്, അല്ലെങ്കിൽ മറ്റൊരുവനെ ശല്യപ്പെടുത്തുകയോ ഒരുവനെ ഉപദ്രവിക്കുകയോ തെറ്റിലേക്ക് നയിക്കുകയോ ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലേക്ക് ഒരു കുറ്റബോധം വരും. നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. നിന്റെ മുൻപിൽ ഒരു ന്യായവിധി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ദൂതന്റെ കണ്ണ് അല്ലെങ്കിൽ ദൈവം തന്നെ നിന്നെ കാണുന്നു എന്നുള്ള ഒരു വചനം അവന്റെ മുൻപിലേക്ക് കടന്നു വരും. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വചനത്തിൽ നയിക്കുന്നവരാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വചനം പഠിപ്പിക്കുന്നതിനോ വചനം പരിശീലിപ്പിക്കുന്നതിനോ ആയിട്ട് എത്ര സമയം നിങ്ങൾ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? നിങ്ങൾ നിങ്ങളുടെ ജോലി തിരക്കുകളിൽ വ്യാപൃതരാണോ, അതോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വചനത്തിൽ നയിക്കാൻ വ്യാപൃതരാണോ? ദൈവവചനം പറയുന്നുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? യേശുക്രിസ്തു തന്നെ ചോദിക്കുന്നതാ, നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നിനക്ക് ദാനമായി ഒരു ഗിഫ്റ്റായിട്ട് ദൈവം നൽകിയ നിന്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ
നീ ഈ ലോകം മുഴുവൻ നേടിയതിൽ എന്ത് പ്രയോജനം? ഒരു അപ്പനും അമ്മയും സന്തോഷകരമായി ജീവിക്കുന്ന ജീവിതത്തിൽ അവന്റെ കുഞ്ഞ്, അല്ലെങ്കിൽ ആ അപ്പന്റെയും അമ്മയുടെയും കുഞ്ഞ് ഒരു കഞ്ചാവ് കേസിലോ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിലോ ഒരു ലഹരിക്ക് അടിമയോ ആയിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു, ആ കുടുംബത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു, ആ കുടുംബത്തിന്റെ ഭാവി അല്ലെങ്കിൽ അവന്റെ ഭാവി പോലും നഷ്ടപ്പെട്ടു. അവന് നാളെ ഒരു സമയത്ത് വിദേശ യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവന്റെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന തരത്തിലേക്ക് സാത്താൻ ഇടപെടും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സങ്കീർത്തനം അതിന്റെ 17-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനങ്ങളാണ്. വചനം ഇപ്രകാരമാ പറയുന്നത്: അവിടുന്ന് എന്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. എന്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങയുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു. അത് അക്രമിയുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. ദൈവവചനം പറയുക, തിന്മ പ്രവർത്തിക്കാൻ എനിക്ക് ആയില്ല, അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ട് അക്രമിയുടെ പാതയിൽ ഞാൻ ഒഴിഞ്ഞു നിന്നു. ദൈവമക്കളെ, പ്രിയ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, മക്കളെ വചനത്തിൽ വളർത്തിയാൽ അക്രമത്തിന്റെ ഒരു പാത അവരുടെ മുൻപിലേക്ക് വരുമ്പോൾ ദൈവവചനം അവരെ ഓർമ്മിപ്പിക്കും, തെറ്റാണ്, തിന്മയാണ്, നിങ്ങൾ അതിലേക്ക് പോകരുത്. നേരത്തെ നമ്മൾ കണ്ടു, നേരത്തെ 2 ഉദാഹരണങ്ങളായിട്ട് ഞാൻ വീഡിയോ കാണിച്ചു. ശബ്ദം എനിക്ക് പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല, കാരണം ഒരു ദൈവവചനം സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ മ്ലേച്ഛകരമായിട്ടുള്ള ഒരു ശബ്ദം പുറത്തേക്ക് കൊടുക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു ബീപ്പ് സൗണ്ട് ഞാൻ കൊടുത്തത്. വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരുവന്റെ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അവന്റെ അധരം സംസാരിക്കുന്നത്. അതായത് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നേക്കുന്ന വാക്കുകൾ, അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് വന്നിരിക്കുന്ന ചിന്തകൾ, ഇതിലൂടെ ആയിരിക്കും അവന്റെ അധരം സംസാരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇന്ന് ദൈവവചനം അവന്റെ ഹൃദയത്തിലില്ല. അവന്റെ മുൻപിലേക്ക് ഒരു തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം അവന് ലഭിച്ചിട്ടില്ല, അവന് കിട്ടിയിട്ടില്ല. അവന് ന്യായീകരിക്കാൻ പലതുമുണ്ട്. അമ്മയും അപ്പനും എന്നെ തിരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പലതും പറഞ്ഞപ്പോഴും അവർ തമാശ പോലെ എന്നെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ അവർ തമാശ പോലെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇതിലൂടെ ഞാൻ വളർന്നു വളർന്നു വന്നപ്പോൾ ഇത് തിന്മ എന്ന് പറയുന്ന ഈ വ്യവസ്ഥ എനിക്ക് മാറ്റാൻ പറ്റാത്ത പോലെയായി. ഞാൻ ഈ പറയുന്ന തമാശകളിലെല്ലാം ഒരു ലഹരിക്ക് അടിമയെന്ന പോലെ ഞാൻ സന്തോഷം കണ്ടെത്താനിടയായി. മറ്റുള്ളവരെ മ്ലേച്ഛ വാക്കുകൾ പറയുമ്പോഴും, സഹോദരങ്ങളെയും കൂട്ടുകാരെയും മറ്റുള്ളവരെയും മുതിർന്നവരെയും എല്ലാം എതിർത്ത് സംസാരിക്കുമ്പോഴെല്ലാം ഇതിൽ നിന്നും ഞാൻ ഒരു സന്തോഷം കണ്ടെത്താനിടയായി എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇത് ഒരു അടിമത്തമാണ്? ഇത് സാത്താൻ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അടിമത്തമാണ്. ലോകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവവചനത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി, ലോകത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി, നമ്മുടെ ഭാവിയെ ഇല്ലാതാക്കാൻ വേണ്ടി സാത്താൻ നൽകുന്ന ഒരു അടിമത്തം. വചനം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം 23-ാം വാക്യം: എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. ദൈവസ്നേഹമില്ലാത്തവരാണ് കൽപ്പന പാലിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ദൈവവചനം അകത്തില്ലാത്തവരാണ് അവർക്ക് കൽപ്പന പാലിക്കാൻ പറ്റാത്തത്. ദൈവവചനമോ ദൈവത്തെ സ്നേഹിക്കാത്തവരോ ആയിട്ടുള്ള ലോകത്തിന്റെ ഇമ്പത്തിലോ ലോകത്തിന്റെ മോഹത്തിലോ കഴിയുന്നവർക്ക് ഈ ഒരു പ്രവണത, തെറ്റിലേക്ക് ചായുക, അല്ലെങ്കിൽ മറ്റുള്ള ലഹരിയിലേക്കോ മറ്റുള്ള വസ്തുക്കളിലേക്കോ ചായുന്ന ഒരു പ്രവണത കൂടുതലായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വചനം പരിശീലിപ്പിച്ചു നോക്ക്. ഞാൻ ഒരിക്കലും ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു മദ്യപാനിയുടെ വീട്ടിലെ തത്തയുടെ കഥ. ഒരു മദ്യപാനി മദ്യപിച്ച് ലക്കുകെട്ട് നടന്നു വരുന്ന സമയത്ത് ഒരു വഴിയരികിൽ നിന്ന് ഒരു തത്തയെ മേടിച്ചു. അവൻ ആ തത്തയെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടൊന്ന് തൂക്കിയിട്ടു. അവൻ രാത്രി അവന്റെ ഭാര്യയുമായിട്ട്, അല്ലെങ്കിൽ അവന്റെ ഭവനത്തിലെ ആ ഒരു അന്തരീക്ഷവുമായിട്ട് പല രീതി മദ്യത്തിന്റെ ലഹരി മൂലം അവൻ വായിൽ തോന്നിയ വാക്കുകളെല്ലാം വിളിച്ചു പറഞ്ഞു. മക്കളെയും ഭാര്യയെയും അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളെയും എല്ലാം മ്ലേച്ഛമായും വ്യർത്ഥമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന തത്ത അതിന്റെ പൂർണ്ണ വളർച്ച എത്തിയപ്പോൾ അവന്റെ സ്വഭാവം പുറത്തു വന്നു. അതായത് അവന് ചെറുപ്പത്തിലെ കേട്ടു വളർന്ന അവൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നവരെ മുഴുവൻ വിളിച്ചു പറയാനിടയായി. അതായത് മദ്യപാനി എപ്രകാരമാണോ തെറി പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മദ്യപാനി എപ്രകാരമാണോ വെറുത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്,
അതേ വെറുത്ത വാക്കുകൾ അവന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവരെയും അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെ എല്ലാം ഇതേ രീതിയിൽ തത്ത വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാ പോകുന്നവൻ മുടിയട്ടെ, അല്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്നവർ പറയുന്ന ശാപവാക്കുകളും വ്യർത്ഥ വാക്കുകളും എല്ലാം പോകുന്നവരെയും വരുന്നവരെയും എല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ മക്കളെ ഒരു വിധത്തിലും തിരുത്താതെ ദൈവവചനത്തിലേക്ക് നയിക്കാതെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ തിരുത്താതെ ദൈവവചനത്തിലേക്ക് അടുപ്പിക്കാതിരുന്നാൽ അത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളെ അവരുടെ അധരത്തിലൂടെ പുറത്തു വരും. നാളെ നിങ്ങൾക്ക് തിരുത്താൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഒരു വലിയ നഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ സങ്കീർത്തനം 139 അധ്യായം 4 വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവെ, ഒരു വാക്ക് എൻ്റെ അധരത്തിൽ എത്തുന്നതിന് മുൻപേ അവിടുന്ന് അറിയുന്നു. വചനത്തിൽ വളർത്തുന്ന ഒരു വ്യക്തിയെ അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്. എൻ്റെ വായിൽ ഒരു വാക്ക് എത്തുന്നതിന് മുൻപേ ദൈവം അത് അറിയുന്നുണ്ട്. ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം അത് ദൈവത്തിന് മുൻകൂട്ടി അറിയാം. ഞാൻ മ്ലേച്ഛതയാണോ പറയാൻ പോകുന്നത്, ഞാൻ തിന്മയാണോ പറയാൻ പോകുന്നത്, വ്യർത്ഥമായ ഭാഷണമാണോ ഞാൻ പറയാൻ പോകുന്നതെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് കാണുമെന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ അതിനെ പറയുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ആ തിന്മയെ ഞാൻ നിശേഷം കഴുകി കളയുക യേശുവിന്റെ രക്തത്താൽ. അതുപോലെ തന്നെ സങ്കീർത്തകൻ 37 അധ്യായം 30 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, അവന്റെ നാവിൽ നിന്ന് നീതി ഊതുന്നു. ദൈവവചനം പറയുന്നു, ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തി നീതിമാനാണെന്നും, നീതിയാണ്, ജ്ഞാനമാണ് അവൻ സംസാരിക്കുന്നതെന്നും, നീതിയാണ് അവൻ ഊതുന്നതെന്നും ദൈവവചനം തന്നെ പറയുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവവചനത്തിൽ നയിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവവചനം അനുസരിപ്പിച്ചാൽ, ആ കൽപ്പനകളും പ്രമാണങ്ങളും പാലിപ്പിച്ചാൽ, നാളെ നിങ്ങൾക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരുക്കുന്ന പരിശീലനം അത് ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് കൂടി പറഞ്ഞു കൊടുത്താൽ അത് വലിയൊരു തലമുറയിലേക്കുള്ള ഒരു പുതിയ വഴിവെട്ടലായിരിക്കും. ദൈവവചനം പറയുന്നത് പോലെ നിങ്ങൾ മക്കളെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നത് നല്ലത് മാത്രമാകുന്ന രീതിയിലേക്ക് വളർത്തിയാൽ ഒരു പുതിയ നല്ല വിശ്വാസമുള്ള ദൈവഭക്തിയുള്ള തലമുറ വാർത്തെടുക്കാൻ സാധിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഗോഡ് ബ്ലസ് യു.